ഹായ്. കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അവർക്ക് വളരെ ആക്റ്റീവ് ആകാനും എപ്പോഴും വില കൂടിയ കളിപ്പാട്ടങ്ങൾ തന്നെ വേണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. കടയിൽ നിന്ന് ആയിരങ്ങൾ കൊടുത്തു വാങ്ങുന്ന പാട്ടുപാടുന്ന കളിപ്പാട്ടങ്ങളേക്കാൾ നമ്മുടെ കുട്ടികളുടെ തലച്ചോറിന് ഗുണം ചെയ്യുന്നത് നമ്മുടെ വീടുകളിലെ വെറും പാഴ്വസ്തുക്കൾ എന്ന് നമ്മൾ കരുതുന്ന സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ചില കളികളാണ്. ഫോണും ടി വിയും കൊടുക്കാതെ കുട്ടികളെ ഒരുപാട് നേരം എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റിയ പ്ലാസ്റ്റിക് കുപ്പിയും പഴയ കാർഡ്ബോർഡുമൊക്കെ വെച്ച് പണം ഒട്ടും ചെലവില്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ 5 സൂപ്പർ കളിപ്പാട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് ഇന്ന് നമുക്ക് നോക്കാം. ഇതാണ് ശരിയായ പ്ലേ വിത്ത് പർപ്പസ്. എന്തുകൊണ്ടാണ് ഇത്തരം സ്വന്തമായി ഉണ്ടാക്കുന്ന കളിപ്പാട്ടങ്ങൾ പ്രാധാന്യമാകുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിലൂടെ കുട്ടികളുടെ കൈകൾക്കും വിരലുകൾക്കും ഒരുപാട് പണിയെടുക്കേണ്ടി വരും. അവരുടെ വിരലുകളുടെ ബലം അഥവാ ഫൈൻ മോട്ടോർ സ്കിൽസ് കൂടുമ്പോൾ അവരുടെ തലച്ചോറിലെ സംസാരവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും വളരെ വേഗത്തിൽ ആക്റ്റീവാകും. അതുകൊണ്ട് തന്നെ ഈ കളികൾ നമ്മുടെ കുട്ടികളെ തീർച്ചയായും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊട്ടും പണം ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന 5 കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഒന്നാമതായി ദ ഡ്രോപ്പ് ബോക്സ്. ഇതുപോലുള്ള പെട്ടിയോ അല്ലെങ്കിൽ പാൽപ്പൊടി ടിന്നോ എന്തെങ്കിലും എടുക്കുക. അതിൻ്റെ അടപ്പിൽ ചെറിയൊരു ദ്വാരം നിർമ്മിക്കുക. എന്നിട്ട് വീട്ടിലുള്ള പഴയ വിസിറ്റിംഗ് കാർഡുകളോ അല്ലെങ്കിൽ വലിയ ബട്ടൺസ്, പർദ്ദയൊക്കെ കൂടെ വരുന്ന ബട്ടൺസ് കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് ആ ദ്വാരത്തിലൂടെ അകത്തേക്ക് ഇടാൻ പറയുക. ഇത് അവരുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ കൂട്ടാൻ വേണ്ടി സഹായിക്കും. രണ്ടാമതായി ടേപ്പ് റെസ്ക്യൂ. ഇതുപോലുള്ള മാസ്കിൻ ടേപ്പ് എടുത്ത് കുട്ടികളുടെ ചെറിയ മൃഗങ്ങളുടെ കളിപ്പാട്ടങ്ങളോ കാറുകളോ ഒരു ട്രേയിലോ അല്ലെങ്കിൽ തറയിലോ ഞാൻ നേരത്തെ കാണിച്ച മാസ്കിൻ ടേപ്പ് എടുത്ത് ഒട്ടിക്കുക. എന്നിട്ട് കുട്ടിയോട് പറയുക ആ ടേപ്പ് പറിച്ച് കളിപ്പാട്ടങ്ങളെ രക്ഷിക്കാൻ, അതായത് ടേപ്പ് റെസ്ക്യൂ. ഈ ടേപ്പ് പറിച്ചെടുക്കുമ്പോൾ അവരുടെ പെരുവിരലിനും ചൂണ്ടുവിരലിനും വലിയ രീതിയിൽ ബലം കിട്ടും. ഞാൻ എപ്പോഴും പറയാറുള്ള പിൻസർ ഗ്രാസ്പ്. മൂന്നാമതായി പാസ്ത ത്രെഡിങ്. വീട്ടിൽ തന്നെ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന കുഴൽ രൂപത്തിലുള്ള പാസ്ത എടുക്കുക. ശേഷം പഴയൊരു 2 ലേസും എടുത്ത് ആ ലേസിലൂടെ പാസ്ത കോർക്കുക. ഇത്തരം പാസ്ത കൊണ്ടുള്ള മാല ഉണ്ടാക്കാൻ പറയുക. ഏറ്റവും കൂടുതൽ ഫോക്കസും കോൺസെൻട്രേഷനും നൽകുന്ന ഒരു കളിയാണിത്. മൂന്നാമതായി മുട്ട ട്രേയിലെ സോർട്ടിങ്. ഇതുപോലെ മുട്ട വാങ്ങിയ പഴയ കാർഡ്ബോർഡ് ട്രേ എടുക്കുക. അതിലെ കുഴികളിൽ പല നിറങ്ങൾ അടിക്കുക. ഉദാഹരണത്തിന് ചുവപ്പ്, മഞ്ഞ, കറുപ്പ്. അതേ നിറത്തിലുള്ള ചെറിയ പേപ്പർ ബോളുകൾ ഉണ്ടാക്കി ചുവന്ന കുഴിയിൽ ചുവന്ന ബോൾ ഇടാൻ പറയുക. അതുപോലെ മഞ്ഞ കുഴിയിൽ മഞ്ഞ ബോൾ ഇടാൻ പറയുക. ഇത് കുട്ടികളുടെ കോഗ്നിറ്റീവ് സ്കില്ല്, വിഷ്വൽ പെർസെപ്ഷൻ ഇതൊക്കെ വളരെ വേഗത്തിൽ വളർത്തും. അഞ്ചാമതായി സെൻസറി ബിൻ. ഒരു പഴയ പാത്രത്തിൽ കുറച്ച് അരി അല്ലെങ്കിൽ കുറച്ച് പയർ അതുപോലുള്ള ധാന്യങ്ങൾ ഇടുക. അതിനിടയിൽ കുട്ടികളുടെ ചെറിയ ചെറിയ 3-4 കളിപ്പാട്ടങ്ങൾ ഒളിപ്പിച്ചു വെക്കുക. എന്നിട്ട് കുട്ടികൾക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണോ മറ്റോ കൊടുത്ത് കളിപ്പാട്ടങ്ങൾ കുഴിച്ചെടുക്കാൻ പറയുക. കുട്ടികളുടെ ദേഷ്യവും വാശിയും കുറക്കാനും അവരുടെ സെൻസറി പ്രോസസ്സിങ്ങിനും അവരെ വളരെ ശാന്തമാക്കാനും ഇതിലും മികച്ചൊരു കളിയില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇതിനൊന്നും വലിയ കാശില്ല. പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ കടയിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നതിനേക്കാൾ ഈ കുട്ടികൾക്ക് ആവശ്യം ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവർക്കൊപ്പം ചിലവഴിക്കുന്ന ആ വിലപ്പെട്ട സമയമാണ്. ഒരുപാട് നേരം സ്ക്രീൻ കാണുന്ന കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നതിന് പകരം നാളെ തന്നെ ഇതിലേതെങ്കിലും ഒരു കളി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ കാണാം ഈ കുട്ടി വളരെ ഊർജ്ജസ്വലരായി ഈ കളികൾ കളിക്കുന്നത്. നിങ്ങളിതിൽ ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത് ഏത് കളിയാണ്? അതുപോലെ ചെറുപ്പത്തിൽ എനിക്കെൻ്റെ ഉമ്മയും ബാപ്പയും ഉണ്ടാക്കി തന്ന പഴന്തുണി കൊണ്ടുള്ള പന്തുകളും ഓലക്കീറുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള തത്തമ്മയും അങ്ങനെ മറ്റു പല വീട്ടിൽ തന്നെ ഉണ്ടാക്കി തന്നിരുന്ന കളിപ്പാട്ടങ്ങളെക്കുറിച്ച് ഞാൻ അറിയാതെ ഓർത്തു പോവുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പാരൻറ്റിങ്.